വ്യത്യസ്തമായ രുചികൾ തേടി നമ്മൾ അമേരിക്ക വരെ പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നൊരു തൂക്കുപാലമാണ്. ഈ ഒരു പാറ്റേണിലുള്ള പാലങ്ങൾ ഒരുപാടുണ്ട്. ഇത് മൊത്തം പാടങ്ങളാണ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ എടത്വയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോവാണ്. അതായത് വ്യത്യസ്തമായ രുചികൾ തേടി നമ്മൾ അമേരിക്ക വരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഒരു ബോട്ടിലാണ്, ഈ കാണുന്ന ബോട്ടിലാണ്. നമ്മുടെ കേരള സർക്കാരിൻ്റെ ബോട്ടാണ്. ഇത് എടത്വയിൽ നിന്ന് നമ്മൾ നേരെ അമേരിക്കയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പലരും വിചാരിക്കും ചുമ്മാ തെള്ളുവല്ല, സത്യം. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത്, നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബോട്ടിലേക്ക് കയറിയല്ലേ, കുറച്ച് നല്ല വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഇത് ബോട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കിടിലം വ്യൂ ആണിത്. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചിട്ട്, എൻ്റെ വീടിന് തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇത് ഒരു ചുണ്ടൻ വള്ളമാണ്. നേരത്തെ നെഹ്റു ട്രോഫിക്കൊക്കെ കളിച്ചുകൊണ്ടിരുന്നൊരു വള്ളമാണ്. ആലപ്പാടൻ ചുണ്ടൻ എന്നാണ് ഈ ഒരു വള്ളത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ, പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ ഈ ഒരു പാറ്റേണിലുള്ള പാലങ്ങൾ ഒരുപാടുണ്ട്. ഇതിന് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള പാലങ്ങളാണ്. അതെല്ലാം സ്റ്റെപ്പുള്ള പാലങ്ങളായിരിക്കും. ഇത് സ്റ്റെപ്പുള്ളൊരു പാലമായതുകൊണ്ട് കാൽനട യാത്രക്കാർക്കാണ് ഇത് കൂടുതൽ ഈ ഒരു പാലം കൊണ്ടുള്ള പ്രയോജനം. പിന്നെ ഈ രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും തംബ്നെയിലും ഇൻട്രോയിലും പറഞ്ഞ കാര്യങ്ങളോട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണല്ലോ ഞാനീ കാണിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വെച്ചാൽ കുട്ടനാട്ടിലെ ചമ്പക്കുളം എന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള അമേരിക്കൻ ജംഗ്ഷൻ എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ അവിടെ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഷാപ്പുണ്ട്. അവിടെ നല്ല ടേസ്റ്റി ഫുഡും എല്ലാം കിട്ടുന്ന ഒരു കിടൽ ഷാപ്പുണ്ട്. അതിൻ്റെ പേര് ന്യൂയോർക്ക് സിറ്റി എന്നാണ്. അപ്പോൾ അവിടുത്തെ വ്യത്യസ്തമായ രുചികൾ തേടിയുള്ള യാത്രയാണിത്. ആരും ഇറങ്ങാണ്ടെന്ന് തോന്നുന്നു. ബോട്ട് ജെട്ടിയിലേക്ക് അടുപ്പിക്കുകയാണ്. ബോട്ട് അടുപ്പിക്കുന്ന പിന്നെ ചേച്ചി ഇറങ്ങി അക്കരച്ച് നിന്നു. ഇതാണ് ഞങ്ങളുടെ കുട്ടനാട്ടിലെ ചേച്ചിമാരുടെ മൈൻഡ്. പിന്നെ ഇതാണ് ആ കാണുന്ന ഒരു ചുണ്ടനാണ്. സെൻറ്റ് ജോർജ് ചുണ്ടെന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാണുന്നൊരു തൂക്കുപാലമാണ്. നമ്മുടെ കുട്ടനാട്ടിൽ ഉള്ള ഏക തൂക്കുപാലമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഈ ചങ്ങങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ഇവിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ വെള്ളം പൊങ്ങിയ സമയത്ത് നമ്മളിവിടെ വല വീശാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് മേളിലിട്ടേക്കാം, ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ എഞ്ചിൻ ഡ്രൈവർ. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീട് നമ്മുടെ ഫ്രണ്ടിനെയാണ്. ഈ ചെറിയിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ലൈവായിട്ട് കള്ള് എത്തുന്നതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ മേളിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, കയറി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ എഞ്ചിൻ റൂം. ഈ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈലാൻഡ് എഞ്ചിനാണിത്. ഇത് ബസ്സിനും ലോറിക്കൊക്കെ വരുന്ന അതേ കാറ്റഗറിയിലുള്ളൊരു എഞ്ചിനാണിത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമായിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്ന ജെട്ടിയിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ആ ജെട്ടിയുടെ പേരെന്ന് വെച്ചാൽ അമേരിക്കൻ ജെട്ടി എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് അമേരിക്കൻ ജെട്ടി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പം അനിയനും പിന്നെ വൈഫും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും അങ്ങോട്ട് ജോയിൻ ചെയ്യും. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ. തികച്ചും ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള സ്ഥലമാണിത്. ഈ ഒരു പാലവും ഈ ഒരു ഇടവഴിയും ഇതൊക്കെ ഒരു നല്ലൊരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്നൊരു സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നടന്ന് ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ അമേരിക്കൻ ജംഗ്ഷൻ. നമ്മുടെ ലാലേട്ടൻ പണ്ട് പറഞ്ഞ അമേരിക്കൻ ജംഗ്ഷൻ അല്ല, ചമ്പക്കുളത്തിനടുത്തുള്ള അമേരിക്കൻ ജംഗ്ഷനാണ്. ഇത് അവിടുത്തെ ബസ് സ്റ്റോപ്പാണ് KSRTCയുടെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനായ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഷാപ്പിൻ്റെ പേര് ന്യൂയോർക്ക് സിറ്റി എന്നാണ്. അപ്പോൾ നേരെ നമ്മൾ അകത്ത് പോകുന്നത്. നമ്മുടെ ബാക്കി മെമ്പേഴ്സ് എല്ലാം അകത്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ അകത്ത് നിന്ന് കാണിക്കാം. എൻ്റെ അനിയനുണ്ട്. ഇത് വൈഫ് നേരത്തെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ അനിയൻ്റെ കൂട്ടുകാരും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും പേരാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഫുഡൊക്കെ അടിച്ച് സെറ്റാകുന്നുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് മാത്രമാണ് നമ്മളിനകത്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. USA ഒരുപാട് സ്ഥലങ്ങളുടെ പേരിലാണ് ഈ ഒരു ഹട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോരോ ഹട്ടുകളായിട്ട് ഞാൻ കാണിച്ചത് എന്തൊക്കെയാണെന്നുള്ളത്. ഇത് ഫസ്റ്റ് വാഷിങ്ടൺ DC എന്നുള്ളൊരു ഇതാണ്. പിന്നെ അതുപോലെ കാലിഫോർണിയ എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. പിന്നെ ന്യൂയോർക്ക് സിറ്റി, അങ്ങനെ ഓരോ പേരിലാണ് ഈ ഒരു ഹട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറേ ഐറ്റംസ് ഇപ്പം ഇവിടെ കയറി ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അത് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽസ്, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം.
നമ്മൾ കിച്ചണിലേക്ക് കയറി വന്നപ്പോൾ തന്നെ നല്ല കൊഞ്ച് കറി വെക്കുന്ന ആ ഒരു സീനാണ് നമ്മൾ കണ്ടത്. ഒന്നാമത് ഉച്ചയാണ്, നല്ല വിശപ്പുണ്ട്, ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കാണുന്ന ഞണ്ടാണ്. അപ്പോൾ ഇത് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന തേങ്ങാപ്പാലാണ്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഇതിന് ഗ്രേവി ഉണ്ടാക്കുന്നത്. നല്ലതായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അപ്പുറത്തെ അടുപ്പിൽ താറാവ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടനാടിൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ താറാവ് കറി തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ താറാവിൻ്റെ കാര്യം പറയുമ്പം ഒട്ടും ഒഴിച്ചിടാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ അപ്പമാണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ അനുസരിച്ച് ലൈവായിട്ടാണ് അപ്പം ചുട്ടു തരുന്നത്. ഇവിടെ വരുന്ന ഭൂരിഭാഗം ആൾക്കാർ ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇത്. പിന്നെ നമ്മൾ ഒരു തവണയിലും കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് നമുക്ക് തോന്നും. പിന്നെ ഏത് കറികളുടെ കൂട്ടത്തിലും ഇത് വളരെ സ്വാദിഷ്ടമായിട്ട് കഴിക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത് ഒരു സൈഡിൽ ചിരട്ടപ്പൂട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, അന്തസ്. അപ്പോൾ അടുത്ത് നമ്മുടെ കരിമീനാണ്. ഇത് നമ്മൾ തവ ഫ്രൈ ചെയ്യാനായിട്ടുള്ളൊരു പ്രോസസ്സാണ്. പിന്നെ അത് നോർമൽ മസാല ചേർത്ത് നമ്മൾ ലേശ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഇത് കൂടാതെ വെറൈറ്റി ആയിട്ടുള്ള 2 ഫിഷ് ഐറ്റംസ് കൂടെ ഇവരുണ്ട്. അത് ഇവിടുത്തെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. അങ്ങനെ ആരും കാണാൻ വഴിയില്ലാത്ത 2 ഐറ്റമാണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഇതാണ് ഞാൻ പറഞ്ഞ കരിമീൻ്റെ അടുത്ത ഐറ്റം. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായ കല്ലിൽ നമ്മുടെ വാഴയില വെച്ചിട്ട് സെയിം മസാലയൊക്കെ അത് തന്നെയാണ്. പക്ഷേങ്കിൽ ഇതിനകത്ത് എണ്ണ യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇതുപോലെ വാഴയില അടിയിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് അടച്ച് ആ ഒരു ആവിയിൽ വേവിക്കുന്നൊരു പരിപാടിയാണിത്. ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മീനിൻ്റെ ഒരു സൈഡ് സെറ്റായിട്ടുണ്ട്, അത് തിരിച്ചിടാൻ പോകും. അപ്പോൾ നമ്മുടെ മീൻ നല്ലതായിട്ട് വെന്ത് നല്ല മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിപ്പുണ്ട്. ഇത് എണ്ണയല്ല, മീനിൻ്റെ തന്നെ നെയ്യാണ്. പിന്നെ ആ വാഴയുടെ ഫ്ലേവറോട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഫിഷ് ഐറ്റം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കാളാഞ്ചി എന്ന് പറഞ്ഞ മീനാണ്. ഇതിനെ നമ്മൾ തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്തെടുക്കുകയാണ്. മസാലയും കാര്യങ്ങളൊക്കെ സെയിം നേരത്തെ കാണിച്ചത് തന്നെയാണ്. പിന്നെ എന്ന് വെച്ചാൽ 2 സൈഡ് ഒരുപോലെ തിരിച്ചും മറിച്ചിട്ട് കുക്ക് ചെയ്ത് ഈ ഒരു ഗ്രേവി നല്ലതായിട്ട് വറ്റിച്ച് കുറുക്കിയെടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞ്. പിന്നെ ഈ ഒരു രീതിയിലാണത് ചെയ്യുന്നത്. നല്ല കേരക്കറി, നല്ല കുടംപുളി ഇട്ട കേരക്കറി അല്ലേ. ഇത് ചെമ്മീൻ റോസ്റ്റ്, കക്ക ഫ്രൈ. കക്ക മെയിൻ ഐറ്റം ആണ് നമ്മുടെ കക്ക അല്ലേ. അടുത്ത ഐറ്റം എടുക്കാനായിട്ട് ചേട്ടൻ അങ്ങോട്ട് പോകും. ഇത് നമ്മുടെ ചിരട്ടപ്പുട്ട്, തൊട്ടാൽ കൈകൊള്ളുന്ന സാധനം. അടിപൊളി, ആവിയായിട്ട് അങ്ങോട്ട് ചേർത്തുള്ളൂ. നമ്മുടെ ഈ ഷാപ്പിൻ്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെ കുട്ടനാടിൻ്റെ ഭംഗി അതുപോലെ തന്നെ കിട്ടുന്ന ഒരു സെറ്റപ്പാണ്. കാരണം ഇത് മൊത്തം പാടങ്ങളാണ്. നമ്മുടെ ഈ ഒരു ക്യാബിനകത്ത് ഇരുന്ന കിട്ടുന്ന ഒരു വ്യൂ ആണിത്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് നൈസായിട്ടിരുന്ന് കഴിക്കാൻ പറ്റുന്നൊരു വെറൈറ്റി പ്ലേസ് ആണിത്. നല്ലൊരു വൈബാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ ടേബിളിൽ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റവും വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇങ്ങനെ ഉണ്ട് ഐറ്റം നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ക്യാമറയിൽ ഒന്ന് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ. എൻ്റെ അച്ചായ അവിടെ ഒരു സംഭവം അടിപൊളി കേട്ടോ. മതി മതി ഇനി അടുത്ത് നമ്മൾ എന്ത് നോക്കുന്നത്, ഇത് കാളാഞ്ചി എന്നാണ് സംഭവം. നമ്മുടെ തേങ്ങാപ്പാലിൽ സെറ്റ് ചെയ്ത സാധനം. ഇതെങ്ങനെയാണ് വെറൈറ്റി ടേസ്റ്റാണ്, കൊള്ളാം, അടിപൊളി. ഇത് സംഭവം എണ്ണ ഇല്ലാതാണ്. ഇത് കാണുന്ന വെച്ചാൽ മീനിൻ്റെ നെയ്യ് ഉരുകി വന്ന ചേട്ടൻ പ്രത്യേകം വന്നു നമ്മൾ കാണിച്ചായിരുന്നു. പൊടിച്ചെടുക്കുന്നു കുറച്ച് പാട് വരും.
പിടിച്ചിട്ട മീനാണ് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി, നൈസ് എരിവുണ്ട്. അപ്പോൾ നമ്മൾ ഈ ശകലം കപ്പ എടുത്ത് ഇങ്ങോട്ടും കഴിയാം. കപ്പ ഇട്ട് കഴിയുമ്പോഴത്തെ കപ്പയുടെ കൂടെ എന്ന് പറയുമ്പം മീൻചാറല്ലാതെ വേറെ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ? ആ കപ്പയ്ക്ക് അതിങ്ങനെ മീൻചാറ് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് അല്ലേ, എൻ്റെ കൂട്ടത്തിൽ ശകലം ബീഫ് കൂടെ അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ സെറ്റായി. നമ്മളിവിടെ വളരെ ഈസി ആയിട്ട് ഇടുന്ന സംഭവമാണ് കക്കയിറച്ചി എന്നാണ്. സെറ്റ് സാധനം. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പുട്ടും നമ്മുടെ കൊഞ്ചല്ല തിടുക്കം കൊഞ്ച. ഇത് സംഭവം ഒരു ശക്കല ഇതും എടുത്ത് ഒരു ശകലം പുട്ടും എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ പുട്ടും ഇതുമായിട്ട് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. പിന്നെ നമ്മുടെ അടുത്ത് വെച്ചാൽ അപ്പോൾ താറാവരി എന്ന് വെച്ചാൽ കുട്ടനാട്ടിൽ ചെറുപായിട്ട് ഇടുന്ന സാധനം. ഇത് സാധാരണ ഈ ഒരു കളറിലാണ്, നമുക്ക് മുളക് പൊടി ചേർക്കാതാണ് ഇത് സാധനം ഉണ്ടാക്കുന്നത്. കളറില്ലെങ്കിലും നല്ല എരിവുണ്ട്, നല്ലൊരു കോമ്പിനേഷനാണ് താറാവും നമ്മുടെ അപ്പവും എടുക്കുന്ന സാധനം. പ്രത്യേകിച്ച് ഷാപ്പിലെ ഈ കറികളുടെ ടേസ്റ്റിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഓൾമോസ്റ്റ് എല്ലായിടത്തും നല്ല സൂപ്പറാണ്. പക്ഷെ ഇവിടുത്തെ കുറേ വെറൈറ്റി ഐറ്റംസ്, ഇവരുടെ തന്നെ കുറേ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളി സംഭവം. ഇവനെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ആളാണ്. ഫുഡ് റിവ്യൂ ചെയ്യാനായിട്ട് ഇവനെ കഴിഞ്ഞിട്ട് നമ്മുടെ കൂടുതൽ ആളുള്ളൂ. കാരണം ഫുഡ് എവിടെ ഫുഡുണ്ട് മെയിൻ ഫുഡുകളാണ്. പല ഉത്സവ പറമ്പിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, കല്യാണം വീട്ടിൽ വിളിക്കാത്ത കല്യാണത്തിന് അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ നിന്നും പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവൻ കറക്റ്റ് ടേസ്റ്റ് പറയും. എങ്ങനെയാണ് ഫുഡ്? എങ്ങനെയാണ് രക്ഷയില്ല, അച്ഛനെ പോലെ മണത്ത് രുചി പറയും. ഫുഡ് കാര്യങ്ങളൊക്കെ അടിപൊളി. എനിക്കത് സാധനം സാർ എങ്ങനെയുണ്ട് പറയും. പരിപാടി കേട്ടാ. അപ്പം ഇനിയിപ്പോ നമ്മള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് വിശേഷങ്ങൾ കാണിക്കാം. അല്ലെ പിന്നെ നമ്മള് വീഡിയോ എടുത്തെടുത്ത് സാധനമൊക്കെ തീർന്നുണ്ട്. ഇതിലിപ്പോ എല്ലാവരും അടിച്ചു മാറ്റി അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കും. നമ്മുടെ ഞണ്ടിന്റെ കാല് അടിപൊളി സാധനം, നല്ല കർമ്മട സൗണ്ട് ഒക്കെ ഉണ്ട്. അതെവിടെ ഒതുക്കെ തീർന്നു അടിക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ ഒരു രക്ഷയില്ലായിരിക്കുവാണ്. നമ്മൾ കംപ്ലീറ്റ് സാധനം ഈ ടേബിളിലുള്ള ഞാൻ കാണിച്ചു തരാം. തീർത്ത് ഇതൊക്കെ വേസ്റ്റ് മാത്രമേ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിച്ചിട്ട് വിഷ്ണു signing off.